ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് വേറൊരു ഹാപ്പി ന്യൂസ് വരുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതിന് മുമ്പായിട്ട് എടുക്കണേ. ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങോട്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം, പതുക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ട്രിപ്പ് പോകാനായിട്ടൊരു 5 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കാനൊക്കെ കടക്കാൻ പോവാണ് കേട്ടോ. അതായത് ഇതുവരെ പാക്കിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് കുറേ പർച്ചേസ് ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അന്നെന്തോ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ പാക്കിങ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കാണാമല്ലോ നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, പോകുമ്പോൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ അറിയാമല്ലോ. സ്റ്റുഡിയോ എന്ന് മനസ്സിൽ ഞാൻ പറയാം. പിന്നെ ഓൺലൈനിൽ നിന്ന് കുറച്ച് മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഡ്രസ്സുകൾ. അപ്പോൾ ജാനുവിൻ്റെ കുഞ്ഞിപ്പെട്ടി ആദ്യം പാക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നംശീൻ്റെ അങ്ങനെ നമുക്ക് പാക്ക് ചെയ്താലോ. ലെറ്റ്സ് പാക്ക് ഫോർ അവർ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അമ്മേ, അത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വരുന്നത്. എന്നുവെച്ചാൽ കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഒരിക്കലും ഇത്ര പെട്ടെന്നൊന്നും നടക്കേയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പോവാം, നമുക്ക് പാക്ക് ചെയ്യാം. വരും. 3 പെട്ടികൾ വാങ്ങിച്ചു കൂട്ടാ. ഇനി നമ്മുടെ ട്രാവൽ വ്ളോഗുകൾ തുടങ്ങാണ് മക്കളെ. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ശ്രീകുട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ പെട്ടി. അവരിൽ 2 പെട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് പോരാ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3 സൈസുള്ള 3 പെട്ടി ഓർഡർ ചെയ്തു. ഓൾറെഡി നമ്മൾ മുംബൈയിൽ നിന്ന് വാങ്ങിച്ചൊരു പെട്ടി ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രശാന്തേട്ടനെ, ഇതെനിക്ക്, ഇത് നംശീന്, അത് ജാനുവിന്, അങ്ങനെ 4 പേർക്ക് ഓരോ പെട്ടി ഓർഡർ ചെയ്തു. ഞങ്ങൾ എങ്ങോട്ടാണ് പോകണേന്നുള്ളതൊക്കെ സസ്പെൻസാണ്. ഞാൻ പറയാം കേട്ടോ. എങ്ങനെയുണ്ട് പെട്ടി? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. കോംബോ ആയതുകൊണ്ടൊരു 4000 ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഒറ്റയ്ക്ക് വാങ്ങുമ്പോൾ ഒരെണ്ണത്തിന് തന്നെ 290 ഒക്കെ 900 ഒക്കെ വരും. 2900 ഒക്കെ. അപ്പോൾ 3 എണ്ണമായിട്ട് വാങ്ങുന്നതാണല്ലോ ലാഭം. എങ്ങനെയുണ്ട്? ഞാൻ ഉദ്ദേശിച്ച കളറ് സിയാൻ കളറായിരുന്നു. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഇത് വാങ്ങിച്ചു. നാളുകളായിട്ട് നമ്മൾ ട്രിപ്പിന് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യലാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ബാഗിൻ്റെ ഫുള്ള് കുറേ ഡ്രസ്സുകളൊക്കെ വെച്ചേക്കാണ്. അതിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതൊക്കെ മാറ്റി ഇനി നമ്മൾ വാങ്ങിച്ച പെട്ടിക്കുട്ടന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിലേക്ക് ആക്കണം. അപ്പോൾ ഞാനിവിടെ ഞാൻ 2-3 ചപ്പലുകൾ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാം ഷൂസാണുള്ളത്. അപ്പോൾ ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇത് രണ്ടും ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഇടാൻ നോക്കാം. ഇത് ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല, പക്ഷേ അങ്ങനെ കുഴപ്പമില്ല. അതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. പിന്നെ ഇത് ഇപ്പോൾ ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചപ്പലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം എല്ലാത്തിൻ്റെ കളറ് സെയിം ആയില്ലോ ദൈവമേ. ഇതൊക്കെ ആ 3 സാധനം ഒരേ കളറായി. ഇത് രണ്ടും സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. വലിയ റേറ്റൊന്നും ഉണ്ടായില്ല. അപ്പം എടുത്തതാണ് കേട്ടോ. അപ്പം അതേ ഇത് സ്റ്റുഡിയോന്ന് നംശീവിന് എടുത്ത ഡ്രസ്സ് ഇതേ ഈ കവറിലുണ്ട്, പുറത്തേക്ക് എടുത്തിട്ടില്ല. നംശീവിന് എടുത്ത ഡ്രസ്സുകളാണ് ഇതൊക്കെ. ജാനുവിൻ്റെയാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റാക്കിയാലോ. പെട്ടിയിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് അങ്ങോട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒക്കെ കൂടി ലാസ്റ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പാക്കിങ് ചെയ്യാം. എൻ്റെ മുമ്പിൽ നല്ലതാണ്. കേൾക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഫസ്റ്റ് പെട്ടി പാക്ക് ചെയ്യാം. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇത് പെട്ടിയിലേക്ക് വെക്കണത് കാണണ്ടേ? ഇത്ര അകലെ വെച്ചാൽ നമുക്ക് കാണില്ല. നമുക്ക് ജാനുവിൻ്റെ ഡ്രസ്സുകളാക്കാം. ജാനുവിൻ്റെ ഡ്രസ്സുകൾ ഇത്ര അല്ല, ഇനിയുണ്ട്. ഇതാണ് ജാനുക്കുട്ടിയുടെ കുഞ്ഞിപ്പെട്ടി. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ആക്കാം. ജാനുവിൻ്റെ കുഞ്ഞിപ്പെട്ടി അടച്ച് കാണിക്കണം. ചെറിയൊരു പെട്ടി. എന്ത് രസാലേ. ജാനുവിൻ്റെ നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം. ചെറുതായതുകൊണ്ട് ജാനുവിൻ്റെ പറഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പെട്ടി വരെ. അപ്പോൾ നമുക്കിതിൽ ജാനുക്കുട്ടിയുടെ ഇപ്പോൾ ഈ ഡ്രസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ ബാവിൻ്റെയുള്ള അണ്ടകുണ്ട ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ
ഇവിടെ നിന്ന് എടുത്തതാണ്. മീഷോലത്തെ വന്നിട്ടില്ല ഇതുവരെ. മീഷോത്തിന് പോയി വന്നിട്ടാണോ വരിക. ഇത് എല്ലാം സ്റ്റുഡിയോന്ന് എടുത്തതാണ് കേട്ടോ. ഉണ്ടോ സ്റ്റുഡിയോ പരസ്യമല്ല കേട്ടോ, സ്റ്റുഡിയോയുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇതാണ് ഇതിൽ സംശയമുള്ളൂ. ഞാനെൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് ആയതുകൊണ്ടേ രണ്ട് ഇനിയും വെക്കാനുണ്ട്. എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ വെക്കണം. ഇനി സമയമാകുമ്പോൾ ഒന്നും കൂടി എണ്ണി തിട്ടപ്പെടുത്തി വെക്കാം. ഇതിപ്പോൾ ജാനുവിൻ്റെ അങ്ങനെ ഇരിക്കട്ടെ. കുട്ടിയുടെ കഴിഞ്ഞിട്ടില്ല, അവിടെ ഇനിയും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും നംശീവിനെയും കൂടി ഇപ്പോൾ തൽക്കാലം ഇതിലേക്ക് വെക്കാം. പിന്നെ നംശീവിന് ഓൾറെഡി പുത്തൻ ജീൻസുകൾ ഇരിക്കുന്നുണ്ട്. വെറുതെ ജീൻസ് വാങ്ങിച്ച് വെക്കും തോറും ചെക്കൻ വലുതായോണ്ടിരിക്കുക, ഒക്കെ ഇറക്കം കുറയാണ്. അപ്പം അതുകൊണ്ട് ജീൻസൊന്നും കുറേ വാങ്ങുന്നില്ല. ടീഷർട്ട്, ഷർട്ട് അങ്ങനത്തെ ഐറ്റംസാണ് വാങ്ങുന്നത്. ജീൻസ് ഇതാ ഈ ഒരെണ്ണം സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നംശീവിന് വാങ്ങാൻ മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചിനി ഷോപ്പിൽ പോയിട്ട് ചപ്പൽ കാര്യങ്ങളൊക്കെ ഇവർക്ക് വാങ്ങണം ഇനി. അപ്പോൾ ഈ ഒരു പെട്ടിയിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ സെറ്റാക്കി വെച്ചു. അതിൽ ഏത് വേണം വേണ്ടാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ജാനക്കുട്ടിയുടെ പെട്ടി റെഡി. ജാനക്കുട്ടിയുടെ നംശീൻ്റെയും നമ്മൾ വാങ്ങിച്ചത് അതിലാക്കി വെച്ചു. ഇനി എൻ്റെയും ചേട്ടൻ്റെയൊക്കെ ഈ പെട്ടികളിലാക്കണം. ഞാൻ ഈ ഒരു വലിയ പെട്ടിയിലാണ് ആക്കണേ കേട്ടോ. 20 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുക നമുക്ക്. കുറേ നാളായി ഞാൻ ചിന്തിക്കണു ഇങ്ങനെ ഒരു പെട്ടി വാങ്ങണോന്ന്. ഇത് ഒരു എൻ്റെ ഡ്രസ്സുകൾ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്താം. ഇതൊരു സിബൊക്കെ ഉള്ള ഹുഡി പോലെ നമ്മൾ കോട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇനി അവിടെ ഭയങ്കര വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സ്ലീവ്ലെസ് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാം. അല്ലെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് പെയർ ചെയ്യാം, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം അത്. പിന്നെ ഇതൊരു കോട്ട്, ഇതും ഒരു കോട്ട് തന്നെയാണ്. ഇതും ഞാൻ കുറച്ച് സ്ലീവ്ലെസ് ഡ്രസ്സുകളാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഞാൻ അങ്ങനെ സ്ലീവ്ലെസ് ഇടുമെന്ന് വെച്ചാലും ഭയങ്കര ചെറിയ ഷോൾഡർ വിരിവ്, എന്താ പറയുക, ഭയങ്കര ചെറിയ ഇതുള്ള സാധനം ഇടാറില്ല. പിന്നെ എങ്ങാനും എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൂടി ഇടാനാണ് ഈ കോട്ടൊക്കെ വാങ്ങിച്ചേക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇടാനായിട്ട്. ഇനി അവിടെ എത്തുമ്പോൾ കംഫർട്ടാണെങ്കിൽ എല്ലാവരും അവിടെ അതുപോലെയൊക്കെയാണല്ലോ നടക്കുക. അപ്പോൾ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. ഇതിനൊന്നും കോട്ട് വേണ്ട. ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഇടും കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായതാണ്. ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് ഓക്കെ ആയതാണ്. ജസ്റ്റ് ഇപ്പം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുള്ളൂ കേട്ടോ. കറക്റ്റല്ല, ജസ്റ്റ് വാങ്ങിച്ചത് കവറിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഒക്കെ ഇതിൻ്റെ കൂടെ ഇടേണ്ടതെന്നൊന്നും തീരുമാനമായിട്ടില്ല. ഒക്കെ തീരുമാനിച്ച് വെക്കാം. ഒരു 2 ടോപ്പ് 2 കോട്ടായില്ലേ. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ജാനുക്കുട്ടിയുടെ പാൻറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജാനുക്കുട്ടിയുടെ വെക്കണം. ഇതോ അതെ, നംശീൻ്റെ ജീൻസ്. അപ്പോൾ ഇത് അവരുടെ കയ്യിൽ വെക്കണം. എൻ്റെ വീണ്ടും ഈ കളർ തന്നെയാണല്ലോ ദൈവമേ ഞാൻ അടുത്താണ്. ഈ ടോപ്പ് ഭയങ്കര അടിപൊളിയാട്ടോ. അതെ, നല്ല അടിപൊളി ടോപ്പാട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഇത് ഒക്കെ സെയിം കളറായി പോവാകും. പിന്നെ ഈ ടോപ്പ് ഇതൊക്കെ ഇട്ടോക്കിട്ട് മറച്ചാൽ കിടക്കണേന്ന് തോന്നുന്നുണ്ട്. അവർ മറച്ചിട്ടത് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് തരാം. അതുപോലെ തന്നെ സ്റ്റുഡിയോയിലൊന്നും നമുക്ക് കവറ് തരൂല്ല. ഞാൻ പുതുമേടയും ഒക്കെ കവറ് കൊണ്ടുപോയിട്ടാണ് ആക്കിയത്. ഇതൊരു ടോപ്പ്. പിന്നെ ഇതൊക്കെ ഞാൻ ഇടുമോ എന്തോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടി ഉടുപ്പാണ്. ലെങ്ത്ത് മുട്ട് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇട്ട് നോക്കിയതാണ്, അവിടെ ചൂട്ട് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കുട്ടി ഉടുപ്പ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇതിൻ്റെ ഇവിടുത്തെ ഡിസൈനും നെക്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണ്. എന്താകുമെന്ന് അറിയില്ല, ഇടുമെന്ന് വിചാരിക്കാം. ഞാൻ ഇതുപോലത്തെ ഡ്രസ്സിനാണ് ഇതാണൊരു ഡ്രസ്സ് ഞാൻ പറഞ്ഞത്. ഇതിനാ വൈറ്റ് കോട്ട് പോലെ വേണമെങ്കിൽ ഇടാമെന്ന് ഇങ്ങനെയാണ് വരണേ ഇതിൻ്റെ സ്ലീവ്. അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ട് ആയില്ലെങ്കിൽ നമുക്ക് മറ്റോണം കോട്ടിടാം മേലെ കൂടെ. ഓക്കെ, പിന്നെ ഇതും ഒരു ഉടുപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മറച്ചാൽ കിടക്കണേ, നിർത്തിയിട്ടിട്ട് കാണിച്ചു തരാം.
എന്ത് രസം നോക്കി. ഇതാണ് ഡ്രസ്സ്. എനിക്ക് ഈ പോർഷൻ നല്ല ഇഷ്ടമായി. ഇവിടുത്തെ പിടുത്തം എനിക്ക് അത്ര ഇഷ്ടമാവാറില്ല, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനും പ്രിൻറ്റും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതൊരു പിന്നെ എനിക്ക് മുമ്പ് ഞാൻ എവിടേക്കോ പോകാൻ വേണ്ടി എടുത്തിട്ട് ഇടാണ്ടിരുന്ന ഇതുപോലത്തെ ഉടുപ്പുണ്ട്. സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്ത ഉടുപ്പുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ ഒപ്പം വയ്ക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചത്. ഇത്ര എണ്ണം ഉള്ളൂ കേട്ടോ. പിന്നെ ഇതും ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഉടുപ്പ്. ഇവിടെ ഒരു പൊളിയൊക്കെ വരുന്നുണ്ട്, വേണ്ട ഇതാ ഇങ്ങനത്തെ ഒരു ഉടുപ്പ്. അങ്ങനെ ഒരു 3 ഉടുപ്പും ബാക്കി ടോപ്പുകളാണ് വാങ്ങിച്ചത്. നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിനി മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഇടുമ്പോഴാട്ടെ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല ഫ്ലെയറായിട്ട് കിടക്കുന്ന ഒരു ഉടുപ്പ് ഇവിടെ ഇങ്ങനെ പിടുത്തായിട്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരേണ്ട ഇങ്ങനത്തെ ഒരു ഉടുപ്പ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? മീഷോ പുതിയാണ്. അപ്പോൾ ഇതും ഒരു ഉടുപ്പാണ്. പിന്നെ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറേ ഇൻഫ്ലുവൻസേഴ്സ് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീഡിയോസ് ഇട്ടുണ്ടായി. അപ്പോൾ തൊട്ട് ഞാൻ നോട്ടിട്ട് വെച്ച സാധനമാണ്. ഷോൾഡർ ഇങ്ങനെ ഇറക്കാൻ പറ്റുന്നതാണ്. ഷോൾഡർ ഞാൻ ഇറക്കാൻ വഴിയില്ല, എന്നാലും ഒരു വെറൈറ്റി ഉടുപ്പാണ്. ഇത് ചിലപ്പോഴാണ് കൊണ്ടുപോകുള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇടാലോ. അപ്പോൾ ഇതും ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ലാസ്റ്റ് ഇപ്പോൾ എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് ഏതൊക്കെ വേണം വേണ്ട എന്നുള്ളത് മാറ്റാം. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ സ്ലീവില്ലാത്ത ഏതിനെങ്കിലുമൊക്കെ ഇടണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ടീഷർട്ട് കണ്ടോ, ഇത് പണ്ട് സ്റ്റുഡിയോന്ന് മനസ്സിലാവും, വേറെ ഏതോ ഒരു ഡ്രസ്സിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചേക്കും. അതുപോലെ ദേ നെക്ക് നന്നായി കയറിയിട്ടുള്ള ടാങ്ക് ടോപ്പ്. ഇത് ടാങ്ക് ടോപ്പായിട്ട് ഇടാൻ മാത്രമല്ല, ഏതെങ്കിലും അടിയിലിടണമെങ്കിൽ ഇടാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചിരിക്കുന്നു. പിന്നെ ഇതൊരു ഷർട്ടാണ്. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് മീഷോയിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇതിങ്ങനെ കോട്ട് പോലെ നമുക്ക് വെയർ ചെയ്യാം. അതായത് ഒരു ട്രൗസറും ബനിയനും ഇടാമെന്ന് വിചാരിക്കും ബീച്ചിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംഫർട്ടബിൾ അല്ലാതെ തോന്നിയാൽ ജസ്റ്റ് ഈ ഷർട്ട് ഒരു കോട്ടായിട്ട് ഇടാം. ബാക്ക് നന്നായി ഇറങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. സ്റ്റൈൽ ചെയ്യാനും നല്ലതാണ്. ഒട്ടും കട്ടിയില്ല. നമുക്ക് ജസ്റ്റ് വെറുതെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതും കൂടി ഇരിക്കട്ടെ. നമുക്ക് ചിലപ്പോൾ ഞാനിത് മാറ്റും ഇതൊക്കെ, എന്നാലും താൽക്കാലിക സാധനങ്ങൾ. പിന്നെ ഇതെനിക്കൊന്ന് ഷേപ്പ് ചെയ്യാണ്ട്. ഇതും വൈറലായിട്ടുള്ള ടോപ്പാണ് മിന്ത്രയിലത്തെ. പക്ഷെ ഇതെനിക്ക് ലൂസുണ്ട്. ഇതൊന്ന് പുറത്ത് വെക്കാം നമുക്ക്. ഇതിൽ വെച്ചാൽ പിന്നെ ഷേപ്പ് ചെയ്യാൻ മറക്കും. പിന്നെ അടിപൊളി ഒരു ടോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഓ ലുക്ക് അറ്റ് ദിസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ടോപ്പ്. മീഷോന്ന് വാങ്ങിച്ചതാ. 200 സംതിങ് ആണ്ടുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ഈ ഡ്രസ്സുകൾ കാണുമ്പോൾ എന്തോരം വാങ്ങിച്ചു കൂട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഏറ്റവും റേറ്റ് കുറവിലുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുക്കുള്ളൂ. പ്രശാന്തേട്ടൻ ഒരെണ്ണം എടുക്കണേന് ഞാൻ 10 എടുക്കും. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇതും വൈറലായിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ ഏതോ ഒരു ടോപ്പിൻ്റെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതുപോലെ സ്ലീവ്ലെസ് ടോപ്പുകളുടെ മേലെ കൂടെ ഇടാൻ പറ്റിയ ഒരു സ്ട്രഡ് പോലെയുള്ളത് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇടാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണു. ഇനി ഇതിലേതൊക്കെ ഫൈനലാക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. കാരണം ഇത് ഒരു അടിപൊളി ഉടുപ്പാണ്. സ്ലീവൊക്കെ ഉള്ള നല്ല സൂപ്പർ ഉടുപ്പാണ്. ഇതും ഷോൾഡർ നമുക്ക് ഇറക്കി ഇങ്ങനെ ഇടാൻ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇതാണ് മറ്റേ ക്രോഷ്യോ മെറ്റീരിയൽ പറയുന്നത്. ഇപ്പോൾ ഈ നെറ്റ് പോലത്തെ ക്രോഷയുടെ പാവാടയും അതിൻ്റെ ചെറിയ ക്രോപ്പ് ടോപ്പും ഉണ്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. ഒരു എവിടത്തെയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. മുംബൈത്തെ ആണോ അല്ലയാവോ? മുംബൈയിലത്തെ അല്ലാന്ന് തോന്നുന്നുണ്ട്. ഡൽഹിയിലത്തെ ആണോ ഇവിടുത്തെ ആണോ ഒരു ഷോപ്പ്. ആ ഷോപ്പിൻ്റെ ഓൺലൈൻ പേജിൽ നിന്ന് ഇതാണ് ജോളി സിൽക്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. മുംബൈയിൽ പോയപ്പോൾ ഒരു ബ്ലാക്ക് ഇതിട്ടിട്ട് കോട്ട് പോലെ ഇട്ടില്ലേ, ആ സാധനം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ചിലപ്പോൾ കൊണ്ടുപോകും. അവിടെ തണുപ്പൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇത് ഒരു പാവ. ഇത് ഞാൻ ഏതിൽ നിന്നാണ് അറിയോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുക. ഇത് ഇവിടെ ഭയങ്കര ടൈറ്റാണ് എനിക്കിതിവിടെ.
ഭയങ്കര ടൈറ്റാണ്. ഞാൻ ചെയറും ഇങ്ങനെ ഇട്ട് വെച്ച് കുറേ നാൾ ടൈറ്റ് പോകാൻ, പക്ഷെ എന്നാലും ടൈറ്റാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. മറിച്ചിട്ടൊക്കെ ഞാൻ ഇതൊക്കെ ഒന്നേ ട്രൈ ചെയ്ത് നോക്കി, ഇട്ട് നോക്കിയേ. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് പിന്നെ അവിടെ എടുത്ത് വെച്ചതാണ്, ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയിട്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് നെയ്റ്റ് പോലെ കിടക്കുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ. കണ്ട, ഇതിനിങ്ങനൊരു കെട്ടും വരുന്നുണ്ട്, അരയിൽ ഇങ്ങനെ കെട്ടാം. അപ്പം ഇതെന്തായാലും ഇടണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതെവിടേക്ക് ഇടാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇതെന്തായാലും ഇടണം. ഓക്കെ, ഇതോടെ ഇരിക്കട്ടെ, ഇതിൻ്റെ വള്ളി മൂടിയിരിക്കട്ടെ. ഇനി ഉണ്ട് കുറച്ച് ഡ്രസ്സുകൾ, ഒന്ന് തപ്പട്ടെ ഞാൻ കേട്ടോ. പിന്നെ ഇതും ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തത്. ആകെ കൂടി ഇതിലെങ്കിൽ ഇത്തിരി റേറ്റ് കൂടുതൽ ഞാൻ വാങ്ങിച്ചതൊക്കെ ഈ മിന്ത്രയിൽ നിന്നുള്ളത് മാത്രമാണ്. ഇതൊരു 3 പീസ് സെറ്റ്. ഇതിങ്ങനൊരു പാവാട, ടോപ്പ്, പിന്നെ ഒരു കോട്ട്, അങ്ങനെ വരുന്നൊരു സെറ്റാണ്. എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ കവറിൽ തന്നെ ആയിട്ട് കിട്ടിയായിരിക്കും ബെറ്റർ. ഇതിങ്ങനെ സ്കാർഫ്, നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സിനൊക്കെ ഇതുപോലെ നമുക്ക് കെട്ടിയിട്ട് ഇടാം. ചിലപ്പോൾ ഇടുള്ളൂ, എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇതും ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ വെയിൽ കൊള്ളാണ്ടിരിക്കാനൊക്കെ, കാര്യമൊന്നുമില്ല, കട്ടിയില്ലാത്ത സംഭവമാണ്. ഇങ്ങനെ ജസ്റ്റ് കോട്ടായിട്ടൊക്കെ ഇടും. അതൊക്കെ മീഷോളത്തെയാണേ. ഇതിലിനിയുള്ള സാധനം 2 നൈറ്റ് വെയർ വെക്കണുള്ളൂ ഞാൻ. എന്താ വെച്ചാൽ ഇപ്പം ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ തന്നെ ഏതെങ്കിലുമൊക്കെ രാത്രി ഇടാം. അപ്പം ഞാൻ 2 നൈറ്റ് വെയർ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. 5 ദിവസത്തെ പരിപാടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 2 നൈറ്റ് വെയർ വെച്ചാൽ മതി. രാത്രി ആ ഒരു ഇത്തിരി നേരമല്ലേ നമ്മൾ ഇടാൻ പോകണുള്ളൂ. കണ്ടോ, ഈ 2 നൈറ്റ് വെയർ ആയിട്ട്. ഇതിൻ്റെ തന്നെ പാൻറ്റും ടോപ്പും. ഇത് അത്യാവശ്യം ഇവിടെയൊക്കെ നമുക്ക് പുറത്തു വിടാൻ പറ്റുന്ന കേട്ടോ. അവിടേക്ക് നമ്മൾ വേറെ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ രാത്രി ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഇടുമ്പോഴുള്ള ലുക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കാലിന് ഒട്ടും വന്നില്ല, ഇങ്ങനെ ഒട്ടി പിടിച്ച് കിടക്കണ കാരണേ. അയ്യോ, ലൂസുള്ള ട്രൗസറാണ് വാങ്ങിച്ചേക്കണേ. ട്രൗസറും ബനിയനായിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഒരു ജീൻസിൻ്റെ ട്രൗസർ. ഇത് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ആദ്യം ഇത് നംശുവിൻ്റെ ഞാനെങ്കിൽ ഇതാണ്, എന്താ പറയുക, ഈ വാട്ടർ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതിനിടാൻ പറ്റിയ ഒരു ജേഴ്സി ടൈപ്പ് തുണിയുടെ സെറ്റ് എടുത്തതാണ്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ മെറ്റീരിയൽ നോക്കി എടുത്തതാണ് കേട്ടോ. അത് ഞാൻ മീഷോ നിർത്തുക. പിന്നെ ഇത് ജാനുവിൻ്റെ, എനിക്ക് തോന്നുന്നു പൊടി പോലത്തെ ഒരു ഐറ്റം. ഇപ്പോഴാണ് പൊട്ടിക്കണം, ദൈവമ്മേ പാകായ മതിയായിരുന്നു. ഇത് ജാനുവിന് തൊപ്പിയൊക്കെ ഉള്ള പിന്നെ ഇതൊന്നും ഇത് കണ്ടിട്ടാണ് ഞാൻ ചീത്ത വിളിക്കരുത്. ഈ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് ആരും എന്നെ ചീത്ത വിളിക്കരുത്. എനിക്കിങ്ങനെ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഒരു വൈബിൽ പോകുമ്പോൾ ആ ഒരു ഡ്രസ്സ് മാത്രമല്ല, അതിന് കിട്ടിയ ഓർണമെൻറ്റ്സും കൂടിയും ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓർണമെൻറ്റ്സ് മീൻസ് വ്യത്യസ്ത ടൈപ്പ് സാധനങ്ങൾ. അത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ തലയിൽ കെട്ടുന്ന ഒരു സാധനം. എടുത്ത് കാണിച്ചു തരാം. ബാ, ഇങ്ങനെ തലയിൽ കെട്ടുന്നത് മുടിയുടെ കണ്ട, ഇതങ്ങനൊരു സാധനം. അത് നമുക്ക് ഈ കവറിലാണ് നോക്കാം. ഇതിന് ഭയങ്കര സ്മെല്ലാട്ടാ. ഇത് ഉണ്ടാക്കിയ ആൾക്കാർ കാശ്മീരിൽ ചെന്നാണ്ടാണ്. അവർ ഇതിലൊരു നോട്ടൊക്കെ വെച്ചിട്ടുണ്ടായി, എനിക്ക് താങ്ക് യു നോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിലിടാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ ഒരു ടിന്നിലാക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ ഈ സാധനങ്ങൾ. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കമ്മൽ നോക്കി, ആ ഒരു ഔട്ട്ഫിറ്റിനൊക്കെ. ഇത് വള, ഇതും കമ്മൽ. നമ്മൾ ട്രിപ്പ് വൈബ് പിടിക്കണമല്ലോ. ഇത് അടിപൊളി ഒരു മാലയാണ് മക്കളെ. ബീച്ച് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബീച്ച് വൈബ് അല്ലെങ്കിലും അവിടുത്തെ വൈബിന് പറ്റിയ ഓർണമെൻറ്റ്സ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അതല്ലെങ്കിലും ഞാൻ ഇടും, ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെന്തിട്ടാന്ന് അറിയോ, ഇത് നമ്മുടെ സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഇടുമ്പോൾ ബ്രാസ് സ്ട്രാപ്പ് കാണില്ലേ, അത് കാണുന്നത് വൃത്തികേടാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ്. ഇതിട്ടിട്ട് സ്ട്രാപ്പ് ഊരിയിട്ട് ഇതിടാൻ പറ്റും കേട്ടോ. അത് അങ്ങനത്തെ സാധനം വാങ്ങിച്ചതാണ്, ഉപയോഗിക്കാമെന്നൊന്നും അറിയില്ല. പിന്നെ ഇതൊരു ജാനുവിന് വാങ്ങിച്ചൊരു മാലയാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതെന്തിട്ടാണെന്നറിയോ, ഇതിങ്ങനെ മുടിയുടെ ഒരു സൈഡിലൊക്കെ കെട്ടി ഞാത്തിയിടുന്നുണ്ട്.
എൻ്റെ ദൈവം എനിക്ക് വെട്ടാൻ തോന്നുന്നത്. ഇതും ഒരു മാലയാണ് കേട്ടോ, നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു മാല. പിന്നെ കമ്മലുകളാണ് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത്. മിനിമലായിട്ടും കുറച്ച് മിനിമലല്ലാത്തതും ആയ ഒരു പെട്ടി നിറച്ച് കമ്മലുകൾ. ഇത് പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മലൊക്കെ. ഓക്കെ, അടിപൊളി. ഇത് 4 എണ്ണം ഒരു കമ്മൽ, 4 എണ്ണം ഒരു കമ്മൽ. അങ്ങനെ ഇതെനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടമായില്ല, കുഴപ്പമില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ കമ്മല. ഇത് കുറേ പേര് ഗ്ലാമികയൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോയിലിട്ടുണ്ടായി. അതിന് മുമ്പേ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായി. വാങ്ങാനൊരു മടി ഉണ്ടായിരുന്നു. നല്ലതായിരിക്കുമോ പൊട്ടിയായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കമ്മലുകൾ. പിന്നെ അതേ ഇതും മുടിയുമേ കെട്ടി ഞാൻ തിരാളവാ. ജാനുവിൻ്റെ മുടിയുമേ എൻ്റെ മുടിയുമേ ഇത് ജാനുവിൻ്റെ മുടിയുമേ കെട്ടിടാൻ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കമ്മൽ. ഈ കമ്മൽ കാണിച്ചില്ലേ ഞാൻ. അങ്ങനെയാണ് നമ്മുടെ കമ്മലുകൾ വരുന്നത്. ഇത് ഫുള്ള് നമ്മുടെ കമ്മലുകളാണ്. ഓക്കെ, ഇത് ഫുള്ള് നമ്മുടെ കമ്മൽ. ഇത് ഫുള്ള് വള മാലവേ ഉള്ളൂ. കമ്മൽ വീണ്ടും കമ്മലിൽ കൊള്ളുന്ന ഒരു ടിന്നിലാക്കി വെക്കണം. അയ്യോ ദേനാ, ഇതും കമ്മൽ വാങ്ങിച്ചതാ കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. മീഷോന്ന് വാങ്ങിച്ചതാണ്, വലിയ റേറ്റ് ഇല്ല. ഞങ്ങൾ ഇത്ര അധികം വാങ്ങിച്ചപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും. റേറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ താൽക്കാലികമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം അടയ്ക്കാം. എന്നിട്ട് ബോക്സുകളിൽ പിന്നെ ആക്കിയാലും മതിയല്ലേ. എന്തായാലും എൻ്റെ സാധനങ്ങളും എല്ലാവരുടെ സാധനങ്ങളും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പാക്കിങ് വന്നേക്കണേ. ഇനി പ്രശാന്തേട്ടൻ്റെ ഷോപ്പിംഗ് ചെയ്തുള്ളേ. പ്രശാന്തേട്ടൻ എപ്പോഴും ലാസ്റ്റ് ടൈമിലാണ് ഷോപ്പിംഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെ സെറ്റാക്കി വെച്ചാൽ എനിക്ക് ആ ടെൻഷൻ കഴിഞ്ഞല്ലോ. എല്ലാ തവണയും പ്രശാന്തേട്ടൻ ഏറ്റവും ലാസ്റ്റേ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ നിർത്തുകയാണ് ഞാൻ. ബാക്കി ഡീറ്റെയിൽസ് ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എനിക്കൊരു ഡെലിവറി വന്നു. ഞാൻ എന്താ വാങ്ങിച്ചെന്ന് പറയാം. ഇത് 2 എണ്ണം കാണിച്ചത് നോക്കിയാലോ. ഇതിൽ കിട്ടാൻ അറിയോ? കുപ്പിയായിരിക്കും മീഷോയിലത്തെ വെള്ളം കുപ്പി പൊട്ടി തുടങ്ങി. എൻ്റെ വെള്ളം ആക്കി വയ്ക്കുന്ന കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടോ. മാക്സിമം യൂസ് ചെയ്തു ഞാൻ ഈ കുപ്പികൾ. പക്ഷേ ഈ സെയിം കുപ്പി വാങ്ങാൻ നോക്കി, പക്ഷെ അതുണ്ടായില്ല. ഇതിലത്തെ കുപ്പികൾ പൊട്ടിച്ചോട്ടും കുപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും സേമിയ പായസം ഉണ്ടാക്കാൻ പോവാം. അതിൻ്റെ ഇടയിലാണ് കൊറിയർ വന്നത്. അപ്പം നമുക്ക് പൊട്ടിച്ചോക്കാം. ഇതിലാണ് ഞാൻ വെള്ളം നിറച്ച് വയ്ക്കാൻ പോകുന്നത്. എനിക്കിങ്ങനെ കുപ്പികളിൽ വെള്ളം നിറച്ച് വയ്ക്കണം, എന്നാലേ വെള്ളം കുടിക്കാൻ തോന്നുള്ളൂ. നല്ല കുപ്പി. ഒരു ബോക്സിന് കൂടി ഉണ്ട്, വേറെ ടൈപ്പ് കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ചതുരനല്ലേ അത്. ഫ്രിഡ്ജിൽ വെക്കാനും കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അത് വയ്ക്കാം നമുക്ക്. ചതുര ഈ റൗണ്ട് നമുക്ക് കുടിക്കാൻ വയ്ക്കാം. അതെ, ഇങ്ങനത്തെ മഞ്ഞ പച്ച പോലത്തെ ഒരു കളറ്, പിങ്ക്, ബ്ലൂ, പിന്നെ ഗ്രേയും വൈറ്റും. ഇതൊക്കെ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റണതല്ല എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റണതല്ല. പിന്നെ ഇതാണ് കുപ്പികൾ. കാണിച്ചു തരാം. ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇത് മീഷോയിലത്തെ അതുകൊണ്ട് ടാഗ് ചെയ്യാൻ പറ്റാൻ വഴിയില്ല. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഇത്രയും കുപ്പികൾ വാങ്ങിച്ചു. ഇതൊക്കെ എനിക്ക് വെള്ളം നിറച്ച്, എനിക്കും പിള്ളേർക്കും വെള്ളം നിറച്ച് കുടിക്കാനായിട്ട് വെക്കാൻ, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ. ഇതിലേതെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ, ഏതെങ്കിലും കുടിക്കാനായിട്ട് എടുക്കാം. ഇതാണ് റൗണ്ട് എനിക്കിഷ്ടം. അപ്പോൾ റൗണ്ട് കുടിക്കാനായിട്ട് വെക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം നിറച്ച് വെക്കാം. ഇനി ഞാൻ പായസം ഉണ്ടാക്കട്ടെ. പിള്ളേർ വരുമ്പോഴത്തേക്കും സേമിയ പായസം ഉണ്ടാക്കാൻ പോകും. അപ്പം
1 2 3 4 5 6 കുപ്പി റൗണ്ട്, 2 4 6 കുപ്പി ചതുരൻ. ഇത് സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഒറ്റ സെറ്റാണ് കേട്ടത്. എത്ര രൂപയായി എനിക്ക് അറിയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുപ്പികളാണ്. അടപ്പൊക്കെ നല്ല മെറ്റീരിയലാണ്. സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. വെള്ളമാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ നല്ല കുപ്പികളാണ്. നമ്മൾ പാക്കറ്റ് പാലാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യണേ. ഇളനാട് മിൽക്ക് 2 പാക്കറ്റ് ഒഴിച്ചു. 1.5 ലിറ്റർ വേണമെന്നാണ്, പക്ഷേ ഞാൻ 2 ലിറ്ററാണ് ഒഴിച്ചേക്കണത്. എൻ്റെ കയ്യിൽ അതുള്ളൂ. അല്ല, 2 പാക്കറ്റ്, അതായത് 1 ലിറ്റർ. 1.5 ലിറ്റർ പാലില്ല. ബാക്കി ഇത്തിരി വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പായസം മിക്സ് ഇട്ടാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിളച്ചിട്ട് കാണാം. നമശിവും ജാനും എത്തിയിട്ടുണ്ട്. ജാനു റൂമിലേക്ക് പോയിട്ട് വേഗം കുളിച്ചിട്ട് വരാൻ, പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. കുളിച്ചോ? അവരവിടെ നിന്ന് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കണ്ടെന്ന് പറഞ്ഞാൽ ഇളക്കാനാന്ന് പറയില്ലേ. ഈ ഇളക്കൽ നിർത്തി അടി പിടിച്ചാലോ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കാരണം അവർ വരുന്നത് എടുത്തില്ല, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ സേമിയോ മിക്സ് ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി കുറുക്കിയിട്ട് നമുക്ക് ഈ സാധനത്തിൽ മറ്റേത് ഇടണം. എന്നിട്ടൊക്കെ കാഷ്നട്ട് അതിൻ്റെ മുന്തിരി ഇടണം. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനതിൽ വറുത്തിടാൻ പോവുക. നമ്മുടെ കാഷ്നട്ട് മുന്തിരിയും വറുത്തിടാൻ പോവുക. കാഷ്നട്ട് മുന്തിരി ഇത്തിരി നീക്കി വെച്ചേക്കാം ഞാൻ. എന്താണെന്ന് വെച്ചാലേ അതിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, പോകുന്നു. അപ്പം ഞാൻ വറുത്തിട്ടിട്ട് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് കാഷ്നട്ടും മുന്തിരിയും വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ടങ്ങോട്ട് ഇളക്കിയാലോ. അങ്ങനെ നമ്മുടെ സേമിയോ പായസം റെഡി. ഇതിപ്പോൾ കാഷ്നട്ട് പായസമാണോ സേമിയോ പായസമാണോ? കാഷ്നട്ട് ഇത്തിരി കൂടുതലിട്ട് കടിക്കണത് ഇഷ്ടം എനിക്കിടയിൽ. അപ്പോൾ നമ്മുടെ സേമിയോ പായസം റെഡി. ഇനി പിള്ളേർക്ക് കൊടുക്കണം. പിള്ളേർ കുളിച്ച് വരട്ടെ. ഇത്രയും കുറുകിയാൽ പോരെ, ഇനി ഇരുന്ന് കുറുകിക്കോളും. അല്ല, ഇരിക്കാനൊന്നും ഉണ്ടാവുന്നില്ല, ഇതിപ്പോൾ തീരും. എന്നാലും ഇത്രയും കുറുകിയാൽ മതി. ഓക്കെയാണ്, സെറ്റ്. അപ്പോൾ നമ്മുടെ പായസം റെഡി 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 റെഡി. ആനക്കുട്ടി നമുക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരു മൂവിക്ക് വന്നേക്കാം. ഏത് മൂവിയാണ് അംശം ഒന്ന് പറഞ്ഞേ? പെട്ടെന്നായിരുന്നല്ല തീരുമാനം. ശിവദത്തിലാണ്. അപ്പൊ ഞങ്ങൾ കാണാൻ വന്നേക്കാണ് 3D മാത്രം ചാനൽ അറിയോ? അമ്മേ तो भी मुझे स्वीकार है. നടക്ക് കളയാണ്ട് निर्णय में ले चुका. एक पुत्र होने के नाते अपने पिता के वचन का ഞങ്ങൾക്ക് എല്ലാവർക്കും കൂളിംഗ് ഗ്ലാസ് തന്നു അവര്. ഞാനും നമിച്ച് നോക്കട്ടെ. മൂവി അങ്ങനെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഇറങ്ങിയത് നല്ല മൂവിയായിട്ടാണ്. നല്ല അടിപൊളി മഴയായതുകൊണ്ട് ഞങ്ങൾ പെട്ടു. കുഴപ്പമില്ല, നമുക്ക് മഴ ആസ്വദിക്കാം. വേണ്ടിയിട്ടായിരിക്കാം അല്ലേ? നമുക്ക് കൊടകര അങ്ങാടിയിൽ ടൈം എത്രയാണ് നമുക്ക്? 9:11. മൂവി കഴിഞ്ഞു. ഞങ്ങൾ കൊടകര കാരണം മഴ ആസ്വദിക്കാൻ സൈഡിൽ കയറി നിൽക്കുകയാണ്. 2 വീലർ വന്നതുകൊണ്ട് മഴ ആസ്വദിക്കാൻ രക്ഷയുള്ളൂ. പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത
വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. see you.